സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ 2025 മാർച്ച് മാസം 29 വരെ ശനിയുടെ അവസ്ഥകളും ശനിയുടെ മാറ്റത്തിൻ്റെ സ്ഥിതികളും ആകുന്നു. അപ്പോൾ ഇവർക്ക് 2025 മാർച്ച് 29 വരെ ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതായത് ഇവർ മേടരാശിക്കാരാണ്. മേടരാശിയുടെ 11ലാണ് ശനി സഞ്ചരിക്കുന്നത്. ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പല ലാഭാനുഭവങ്ങളും ഇവർക്ക് കൈവരിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിൽ സമാധാനം, സൽസന്താന യോഗം, കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ, അതുപോലെ തന്നെ മുതിർന്നവർക്ക് രോഗമുക്തി, ഇഷ്ടകാര്യങ്ങൾ, വിദേശത്ത് പോകുവാനുള്ളവർക്ക് വിദേശ ബന്ധമുള്ള യാത്രകളിൽ നേട്ടം, ഭാഗ്യം ഇവ എല്ലാം ഉണ്ടാകുവാൻ പോവുകയാണ്. മന്ദഗതിയിൽ നിന്ന ശനി ഇനി ഈ ഒരു വർഷത്തേക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ ഇവർക്ക് നൽകപ്പെടും. അതുപോലെ വേഴന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായതുകൊണ്ട് ഇവർക്ക് പൊടുന്നനവ് പ്രതീക്ഷിക്കാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നല്ല വിജയവും, അതുപോലെ തന്നെ തൊഴിലിൽ നേട്ടവും, തൊഴിൽ പ്രതീക്ഷിക്കുന്നവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുവാനുള്ള ഭാഗ്യവും അനുഭവമാകുന്നു. പ്രത്യേകിച്ച് ലിസ്റ്റുകളിൽ പേര് വന്ന് സ്തംഭിച്ചു നിൽക്കുന്നവർക്ക് സെപ്റ്റംബർ മുതൽ ആ ലിസ്റ്റുകൾ പുറത്തു വരികയും അതിൽ പ്രകാരം ജോലികൾ ലഭിക്കുകയും ചെയ്യും. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പൊതുമേഖലാ സ്ഥാപനം എന്നീ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിൽ ലഭിക്കാനും അപേക്ഷിച്ചുള്ളവർക്കും അതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി അവർക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ ഭരണി നക്ഷത്ര ജാതകം സത്യസന്ധന്മാരും കീർത്തിമാന്മാരും കലയിലെയും സാഹിത്യത്തെയും പ്രോത്സാഹിക്കുന്നവരും കലാകാരന്മാരും നടനം, നൃത്തം, കല, ഗണിതം എന്നിവയിൽ പ്രത്യേക താല്പര്യമുള്ളവരാണ്. അവർക്ക് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വളരെ ആവേശവും അധികാരമായ സൃഷ്ടികളും ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് കലയിൽ നേട്ടം, സാധാരണ ബിസിനസ് ചെയ്യുന്നവർക്ക് പണം മുടക്കി ബിസിനസ് ചെയ്താൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്ക് പൊതുവെ 2025 മാർച്ച് കഴിഞ്ഞാൽ ശനി 12ാം ഭാവത്തിലേക്ക് വരും. അത് അത്ര ശുഭമല്ല. അതുകൊണ്ട് ഇപ്പോൾ തീർക്കേണ്ട ബാധ്യതകളും കഠിനാധ്വാനത്താൽ നേട്ടങ്ങളും സംഭരിക്കേണ്ട കാലഘട്ടമാണ്. സാമ്പത്തികം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊണ്ടാൽ ഇവർക്ക് ഈ വർഷം തന്നെ ഒരു ഗ്രഹമില്ലാത്തവർക്ക് ഗ്രഹം വയ്ക്കുകയോ നന്നാക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ വലിയ പ്ലാനോടുകൂടി ഗ്രഹം വയ്ക്കാനുള്ളവർക്കും ഗ്രഹം തുടങ്ങുവാനുള്ള സുവർണ അവസരമാണ്. സർക്കാർ സംബന്ധിയായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും. ഉന്നതമായ തൊഴിൽ ചെയ്യുന്ന വ്യവസായികൾക്കും കാലം വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ ചെറുകിട ബിസിനസ്സുകാർക്കും ബിസിനസ് ചെയ്യുന്നതിൽ വളരെ അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ പഠനത്തിന് പുഷ്ടിയും അവർക്ക് സാങ്കേതിക വിദ്യയിലോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലോ ചേരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദേശവാസം താമസിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കുവാനോ തൊഴിൽ ചെയ്യുവാനോ ഉള്ള അവസരങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത്. പൊതുവെ കലാകാരന്മാർക്കും കായിക അധ്വാനികൾക്കും സർവീസിൽ നല്ല പ്രധാനമായ അവസ്ഥകളും ഉണ്ടാകും. ചിലർക്ക് ജോലിയിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥകളും ജനിപ്പിക്കും. സർക്കാരിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ പ്രതീക്ഷിക്കാതെ
സ്ഥാനം മാറി മറ്റ് അതിനും ഉപരിയായുള്ള തൊഴിലുകൾ നൽകുവാനും സാധിക്കും. ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. അതാണ് ഇവർ ശോഭയുള്ള മുഖവും കലയുടെ സൃഷ്ടിയായതുകൊണ്ട് കലാകാരന്മാരും കലയെ സ്നേഹിക്കുന്നവരും ആകുന്നു. ഇവർ ജനിക്കുന്നത് ശുക്രദശയിൽ. ശുക്രൻ 20 കൊല്ലമുണ്ട്. ഏതാണ്ട് ആദ്യം ജനിക്കുന്നവർക്ക് 17 കൊല്ലം കിട്ടും, രണ്ടാമത് ജനിക്കുന്നവർക്ക് 15 കൊല്ലം കിട്ടും, രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടമാണെങ്കിൽ 5 മുതൽ 10-നകത്ത്. നാലാം ഘട്ടമാകുമ്പോൾ ഏതാണ്ട് 4 വയസ്സും ശിഷ്ടവും. നമുക്ക് ഏതാണ്ട് 10 കൊല്ലം ശുക്രദശയെ സ്വീകരിക്കാം. ആദ്യത്തെ 10 കൊല്ലം ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഇവർക്കെന്ന് പറയുമ്പോൾ ഇവരുടെ മാതാക്കൾക്കും പിതാക്കൾക്കും ആണ് കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം സഹോദര ജന്മത്തിനും അനുകൂലമായ സമയം ഉണ്ടാകും. മാതാപിതാക്കൾക്ക് അതുവരെ അനുഭവിച്ച പ്രയാസങ്ങൾ ഈ കുഞ്ഞിൻ്റെ ശുക്രദശയുടെ ജന്മത്തോടുകൂടി വളരെ ഭാഗ്യങ്ങളും സമ്പാദ്യങ്ങളും നശിച്ചു കിടന്ന തൊഴിലുകളും അതിനെ കൊണ്ടുവരാനുള്ള അവസരങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ ഇതിൽ ഗ്രഹയോഗവും വാഹന സുഖവും എല്ലാം ഈ ശുക്രദശ നൽകപ്പെടും. അത് കഴിഞ്ഞാൽ അടുത്ത 6 കൊല്ലം ആദിത്യദശ. ഏതാണ്ട് 16 വയസ്സ് വരെ ആദിത്യദശ. ആദിത്യദശാകാലം ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. ഈ സമയത്ത് പഠനത്തിനും പിതാവിന് ആദിത്യം നന്നായിരുന്നാൽ പിതാവിന് വളരെ ഐശ്വര്യങ്ങളെ കൊടുക്കും. അതുപോലെ തന്നെ കുടുംബത്തിന് ബന്ധമുള്ള യോഗങ്ങളും നൽകപ്പെടും. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം, ഏതാണ്ട് 26 വയസ്സ്. ചന്ദ്രദശാകാലത്ത് ഇവർക്ക് പഠനവും 18, 19, 20 ഈ കാലങ്ങളിൽ പഠനം, സാങ്കേതിക വിദ്യ വിജയം, അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഏതാണ്ട് 23, 24 പഠന പൂർത്തീകരണവും സ്ത്രീ പുരുഷ ഭേദമന്യേ ഉദ്യോഗവും ലഭിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ ദോഷങ്ങൾ ഇല്ല എങ്കിൽ ഇവർക്ക് 20, 21 വയസ്സിൽ വിവാഹത്തിന് യോഗമുണ്ട്. പുരുഷനാണെങ്കിൽ 25-ലേക്കും 27-നും മധ്യ വിവാഹം. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വാദശയിൽ സന്താനവും ഭൂമിയോഗവും ഗ്രഹയോഗവും അനുഭവമാകും. അത് കഴിഞ്ഞ് വരുന്നത് രാഹുർദശ 18 കൊല്ലം. രാഹുർദശാകാലത്ത് ചിലർക്ക് വിദേശത്ത് പോയി സമ്പാദിക്കുവാനും അവിടെ പഠിക്കുവാനും ചില പഠനം മുടങ്ങിക്കിടക്കുന്ന അവസരം അവിടെ ചെന്ന് നേടുവാനും സാധിക്കും. സംരക്ഷിക്കാനും കുടുംബത്തിന് ഉന്നതിയെ കൊടുക്കുവാനും സാമാന്യം ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാകും. ഇവർക്ക് ഈ കാലഘട്ടങ്ങളിൽ ഇടവിട്ട് ചെറിയ ചെറിയ രോഗങ്ങളും ത്വക്ക് രോഗങ്ങൾ, അലർജി സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ വളരെ ഉത്തമമായ കാലഘട്ടമാകുന്നു. അത് കഴിഞ്ഞാൽ ശനിദശ 19 കൊല്ലം. ശനിദശയുടെ തുടക്കത്തിൽ അല്പ അരിഷ്ടതകളും മധ്യത്തിൽ ഉന്നതിയും അന്ത്യത്തിൽ അല്പ രോഗദുരിതങ്ങളും അനുഭവമാകുന്നു. പൊതുവെ ഇവർക്ക് ഇനി ഈ കാലഘട്ടങ്ങളിൽ അനുകൂലമാകുന്നു. ചെയ്യേണ്ടതും ചെയ്യിപ്പിക്കേണ്ടതുമുള്ള എല്ലാ കർമ്മങ്ങളും ഒരു കൊല്ലത്തിന് അകത്ത് ചെയ്താൽ ഇവർക്ക് പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കും. ഒപ്പം സർവേശ്വരകാരകനായ വേഴനും അനുകൂലമായി ഇവർക്കുണ്ട്. പൊതുവെ ധരിക്കേണ്ട ഓരോ ദശയിലും ധരിക്കേണ്ടത് അത് അടുത്തുള്ള ആചാര്യന്മാരുടെ വിധിപ്രകാരം നടത്തിയാൽ മതി. ശുക്രദശയിൽ വൈരക്കല്ല്, ആദിത്യദശയിൽ ചുവന്നരത്നം, ചന്ദ്രദശയിൽ മുത്ത്, ചൊവ്വാദശയിൽ പൗരം, രാഹുർദശയിൽ ഗോമേതകം, വ്യാഴദശയിൽ പുഷ്യരാഗം, ശനിദശയിൽ ഇന്ദ്രനീലം, ബുധദശയിൽ മരതകം എന്നിങ്ങനെ ധരിക്കുന്നതും ശിവഭഗവാനെ മാസം തോറും പൂജിക്കുന്നതും മുരുകക്ഷേത്രത്തിൽ പോകുന്നതും സർപ്പക്ഷേത്രങ്ങളിൽ പോയി 100 പാലും ആയില്യപൂജ എന്നിവ നൽകുന്നതും വളരെ ഉത്തമമായിരിക്കും. പൊതുവെ ശനീശ്വരനും
വേഴഭഗവാനും ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് വലയങ്കിഴി പുരുഷോത്തമൻ ജോസ്.